ഖജുറാഹോയിലെ വെസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്ന് അതിൻ്റെ എൻട്രൻസിലേക്ക് രാവിലെ തന്നെ പുറപ്പെട്ടു. ഇത് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ ഛത്തർപൂർ ജില്ലയിലാണ്. ചന്ദേല ഡൈനാസ്റ്റിയുടെ കാലത്ത് 9-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഈ മോണ്യുമെന്റ്സ് ഒക്കെ പണിതത്. ഇവിടെയുള്ള ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും നിർമ്മിച്ചത് ഹിന്ദു രാജാക്കന്മാരായ യശോവർമ്മനും ധങ്കയുടെയും കാലത്താണ്. ഇവയിൽ ഏറ്റവും പ്രശസ്തമായത് ശിവന് സമർപ്പിച്ചിട്ടുള്ള കന്താരിയ മഹാദേവ ക്ഷേത്രമാണ്. ഇത് 31 മീറ്റർ ഉയരമാണ് ഈ ക്ഷേത്രത്തിന്. 800-ലധികം ശില്പങ്ങളാണ് ഇതിന്റെ ഭിത്തികളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഏറ്റവും നല്ലോണം പ്രിസർവ് ചെയ്തിട്ടുള്ള അമ്പലങ്ങളിൽ പെട്ടതാണ് ഈ കാണുന്ന ലക്ഷ്മണ ടെമ്പിൾ. ഇത് വിഷ്ണു ഭഗവാന് സമർപ്പിച്ചതാണ്. 10-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണിവ. ഭിത്തികളിലെ ശില്പങ്ങളിൽ യോദ്ധാക്കൾ, സംഗീതജ്ഞർ, നർത്തകരും മറ്റ് ചടങ്ങുകളൊക്കെ ചെയ്യുന്നവരും ദൈവങ്ങളും മനുഷ്യരുമായുള്ള ബന്ധമൊക്കെ പ്രകടിപ്പിക്കുന്ന സ്കൾപ്ചേഴ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ കാണുന്നത് ഒരു അപ്സരസിന്റെ സ്കൾപ്ചറാണ്. ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ കുളിച്ചിട്ട് വന്നിട്ട് മുടി ഇങ്ങനെ പിഴിയുന്ന ഒരു സ്കൾപ്ചറായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ ഈ സ്കൾപ്ചർ നോക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് സ്ട്രെച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടുത്തെ ഈ അമ്പലങ്ങളിൽ ഒരുപാട് ഇറോട്ടിക് സ്കൾപ്ചേഴ്സ് ഉണ്ടെങ്കിലും അതാണ് ഖജുറാഹോനെ ഒരു വിധത്തിൽ ഫേമസ് ആക്കുന്നതും. പക്ഷെ അത് ഏകദേശം ഒരു 10% മാത്രമേ ഉള്ളൂ. ഈ എറോട്ടിക് സ്കൾപ്ചേഴ്സ് ഇതിൽ ഉണ്ടാക്കിയതിനും ഒരു ചരിത്രമുണ്ട്. ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ആൺകുട്ടികൾ പുരുഷത്വം എത്തുന്നത് വരെ ബ്രഹ്മചാര്യന്മാരായിട്ട് ആശ്രമങ്ങളിലായിരുന്നു താമസിച്ചത്. അപ്പോൾ അവർക്ക് ഈ ശില്പങ്ങൾ നോക്കിയിട്ട് ഒരു ഗൃഹനാഥന്റെ ലൗകിക ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിനൊക്കെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് നിർമ്മിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. അതേപോലെ തന്നെ ഈ സ്കൾപ്ചർ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒക്കെ അറിയുന്ന ഹണി ട്രാപ്പിന് സമാനമാണ്. അവരുടെ തലയ്ക്ക് ചുറ്റും നമുക്ക് പാമ്പുകളുടെ രൂപങ്ങൾ കൊത്തിയിരിക്കുന്നത് കാണാം. അത് ചതിയെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ ഉണ്ടായിരുന്ന 85 ടെമ്പിൾസിൽ ഇപ്പം ഓൾമോസ്റ്റ് 20 ടെമ്പിൾസ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ ഹിന്ദു ആൻഡ് ജെയിൻ ടെമ്പിൾസ് കാണാനും സാധിക്കും. 3 ഫേസ് ഓഫ് ലൈഫാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതൊരു അഡോളസൻസിലുള്ള ഒരു സമയവും അതേപോലെ തന്നെ ആ സമയത്തുള്ള ഒരു ലസ്റ്റും അതൊക്കെയാണ് പ്രതിപാദിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞൊരു മിഡിൽ ഏജ്, അവിടെ എത്തുമ്പം കുറച്ചും കൂടി ഒരു മെച്യൂരിറ്റി വരുന്ന ഒരു സമയമായിട്ടാണ് ഇത് ചിത്രീകരിക്കുന്നത്. അതേപോലെ തന്നെ മോക്ഷ അറ്റൈൻ ചെയ്യുന്ന ഒരു ലേറ്റർ സ്റ്റേജ് ഓഫ് ലൈഫ്, അതാണ് ഈ ഭാഗത്ത് ഉദ്ദേശിക്കുന്നത്. കാലിൽ നിന്ന് മുള്ളെടുക്കുന്ന ഈ സ്കൾപ്ചറിൽ ഡിനോട്ട് ചെയ്യുന്നത് ആക്ച്വലി സ്ത്രീകൾക്ക് പൊതുവെ ഈ പറഞ്ഞ പോലെ നമ്മൾ മുള്ളെടുക്കുമ്പോഴുള്ള വേദനയുണ്ടല്ലോ, അത് ബേസിക്കലി അവരുടെ സഹനശക്തിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു സ്ത്രീ മുഖം കണ്ണാടിയിൽ നോക്കുന്നതായിട്ട് കാണാം. അന്നത്തെ കാലത്ത് കണ്ണാടിയില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു കോൺവെക്സ് മെറ്റൽ പ്ലേറ്റിലാണ് നോക്കുന്നത്. ഈ കാണുന്ന ആ ഒരു സ്കൾപ്ചറിൽ അവരുടെ ബോഡി നോക്കുകയാണെങ്കിൽ ഒരു ഫിറ്റ്നസ് ഫ്രീക്ക് ആണെന്ന് മനസ്സിലാക്കാം. ഇതൊരു വശീകരണ ഭാവമുള്ള ഒരു സ്കൾപ്ചറാണ്.
ഈസ്റ്റിൽ നിന്നുള്ള ഈ സൂര്യവെളിച്ചം ഈ ഉള്ളിലുള്ള മണ്ഡപത്തിന്റെ ഫ്ലോറിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഉള്ളിലുള്ള വിഷ്ണു ഭഗവാന്റെ മൂർത്തി വളരെ ക്ലിയർ ആയിട്ട് ലൈറ്റ് അപ്പ് ചെയ്യുന്നത് കണ്ടോ. വിഷ്ണു ഭഗവാന്റെ മൂന്നാമത്തെ അവതാരമാണ് വരാഹ. ഈ വരാഹയുടെ മേലെ ഏകദേശം 674 ദേവീ ദേവന്മാരുടെ കൊത്തുപണികളാണ് ഇതിന്റെ മേലെ നമുക്ക് കാണാൻ സാധിക്കുക. ഒരു പോളിഷ്ഡ് മെറ്റൽ ഫിനിഷ് പോലെ തോന്നിക്കുമെങ്കിലും ഇത് ഈ ഒരു സ്റ്റാച്യു ഉണ്ടാക്കിയിരിക്കുന്നത് ഒറ്റക്കല്ലിൽ നിന്നാണ്. ഈ ഒരു സ്കൾപ്ചർ അല്ലേ ഇത്, ഇവിടുന്ന് നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പം ഇതിന്റെ ഒരു മുഖഭാവം വളരെ ഹാപ്പി ആയിട്ട് ആ മെറ്റൽ മിററിലേക്ക് നോക്കുന്നതല്ലേ. ഇനിയിപ്പം ഇതേ സ്കൾപ്ചർ നമ്മൾ കുറച്ചുകൂടെ മുന്നിൽ വന്നിട്ട് മുഖഭാവം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു വിഷമമുള്ള ഒരു മുഖമാണ്. ആരെയോ വെയിറ്റ് ചെയ്ത് വരാതിരിക്കുമ്പോഴൊക്കെയുള്ള ഒരു മുഖം ആണ് ഇപ്പൊ കാണുന്നത്. ഒരേ സ്കൾപ്ചറിൽ 2 മുഖഭാവങ്ങൾ. ഈ ഒരു അമ്പലം മറ്റേതിനേക്കാൾ കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് 2 ലെയറൊക്കെ കഴിഞ്ഞ് 3ാമത്തെ ലെയർ മുതലുള്ള സ്റ്റാച്യൂസിന്റെ സൈസ് ചെറുതായിട്ട് കാണാം. അതേപോലെ തന്നെ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു വികാരങ്ങളാണ് ഈ സ്റ്റാച്യൂസിലൂടെ ഇത് ഡിപ്പിക്റ്റ് ചെയ്യുന്നതും. ഈ സ്കൾപ്ചർ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു തൈല് പിന്നെ ഒരു സ്കോർപ്പിയൻ ഉള്ളതായിട്ട് കാണാം. അതുപോലെ തന്നെ പിന്നെ അൺഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ജനറലി ഇത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു സ്കൾപ്ചറാണ്. ഛത്തർപൂരിലെ രാജാവായിരുന്ന രാജാ പ്രതാപ് സിംഗ് 19ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചതാണ് ഇവിടുത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ അമ്പലം. ഇതിൻ്റെ ഡോംസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓൾറെഡി ഇവിടെയുള്ള നമ്മളെ ഹിന്ദു ജെയിൻ ആർക്കിടെക്ചറിലുള്ള ഡോംസ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റൈലിലുള്ള ഒരു ഡോം കൂടെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വെസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ഒക്കെ കണ്ടതിന് ശേഷം പുറത്ത് തന്നെ ഒരു ചെറിയ കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു ഓട്ടോയൊക്കെ പിടിച്ച് ഞങ്ങൾ സദേൺ ടെമ്പിൾസും അതേപോലെ തന്നെ ഈസ്റ്റേൺ ടെമ്പിൾസും കാണാൻ വേണ്ടി പുറപ്പെട്ടു.
12ാം നൂറ്റാണ്ടിൽ യശോവർമ്മൻ നിർമ്മിച്ചതാണ് ഈ ചതുർഭുജ ക്ഷേത്രം. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ വിഷ്ണു ഭഗവാനാണ്. വിഷ്ണു ഭഗവാന്റെ ഒരു അവതാരമാണല്ലോ നരസിംഹം. ഇവിടെ നമ്മൾ പക്ഷെ കാണുന്നത് നാരീസിംഹമാണ്. ഒരു ഫീമെയിൽ ഭാഗം കൂടിയുണ്ട്. ഇതേപോലെ തന്നെ ശിവന്റെ അർദ്ധനാരി സ്റ്റാച്യു ആണ്. ഇവിടെയുള്ള ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസിൽ ഇറോട്ടിക് സ്കൾപ്ചേഴ്സ് ഇല്ലാത്ത ഏക ടെമ്പിൾ ഇതാണ്. ഇതൊരു വെസ്റ്റ് ഫേസിംഗ് ടെമ്പിൾ കൂടിയാണ്. ഏകദേശം 10 അടിയോളം ഉയരം വരുന്ന വിഷ്ണു ഭഗവാന്റെ ശിലയാണ് നമ്മൾ ഈ കാണുന്നത്. 11ാം നൂറ്റാണ്ടിന്റെ അവസാനം ചെണ്ടേല രാജവംശം നിർമ്മിച്ച ഈ ക്ഷേത്രം ശിവഭഗവാനെ സമർപ്പിച്ചിരിക്കുന്ന ധാരാളം ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധങ്ങളായവരൊന്നാണ്. ദുലാദേവ് എന്ന പേര് വരൻ എന്ന അർത്ഥം കൊണ്ട് വേറിട്ടതാണെന്നും ശിവന്റെ ആനന്ദ സ്വരൂപത്തെയാണ് ഈ ക്ഷേത്രം പ്രതിനിധീകരിക്കുന്നതെന്നും കരുതപ്പെടുന്നു. മംഗല്യഭാഗ്യത്തിന് ഒരുപാട് സ്ത്രീകൾ ഇവിടെ വന്ന് തൊഴാറുണ്ട്. പത്താം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ഈ പാർശ്വനാഥ ജൈൻ ക്ഷേത്രം. ഇത് ജൈനധർമ്മത്തിലെ 23ാമത് തീർത്ഥങ്കരനായ പാർശ്വനാഥനെ വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്നതാണ്. ഈ ആദിനാഥ് ജൈൻ ക്ഷേത്രം 11th സെഞ്ച്വറിയിലാണ് കൺസ്ട്രക്ട് ചെയ്തത്. ജൈൻ മതത്തില് ആദ്യത്തെ തീർത്ഥങ്കരനാണ് ആദിനാഥൻ. ആദിനാഥന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നതാണ് ഈ ക്ഷേത്രം. അങ്ങനെ ഈസ്റ്റേൺ ഗ്രൂപ്പും കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് ഖജുരാഹോയിൽ ചെന്ന് നല്ല മാർവാടി ലഞ്ച് കഴിച്ചു. അതിനുശേഷം ഹോട്ടലിലേക്ക് തിരിച്ചു ചെന്ന് വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ റാണി വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പുറപ്പെട്ടു. ഖജുരാഹോയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ദൂരത്താണ് റാണി വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ഗേറ്റിൽ നമുക്ക് അവിടുന്ന് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടിയുമായി അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. ചെറിയൊരു കാടും ഒക്കെയുള്ള ഒരു പ്രദേശത്ത് കൂടെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് ചെന്നാൽ നമ്മൾ റാണി വാട്ടർഫാൾസിന്റെ പാർക്കിങ്ങിലെത്തും. അവിടെ നിന്ന് നമ്മൾക്ക് ഗൈഡ് നമ്മളെ അവിടെ കൊണ്ട് നടന്ന് നമ്മളെ കാഴ്ചകളൊക്കെ കാണിക്കും. കെൻ നദിയിലാണ് ഈ റാണി വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു വോൾക്കാനിക് റോക്സിന്റെ ഒരു ഫോർമേഷൻ ആണ്. ഒരുപാട് ക്രേറ്റേഴ്സ് ഉണ്ട്. ഈ ഇഗ്നിയസ് റോക്സിൽ ബസാൾട്ട്, ഗ്രനൈറ്റ്, ക്വാർട്സ്, അതുപോലെ ജാസ്പർ, ഡോളമൈറ്റ് ഇതൊക്കെ ഇവിടെ ഈ റോക്ക് ഫോർമേഷൻസിൽ ഉണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ റോക്കിന്റെ കളേഴ്സ് പിങ്കും ഗ്രേയും ബ്ലാക്കും ഒക്കെ ആയിട്ട് പല വേരിയേഷൻസിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് ഇവിടുത്തെ വോൾക്കാനിക് ക്രേറ്റർ. ഇതിന്റെ ഡെപ്ത് 50 മീറ്റേഴ്സ് ആണ്. മഴക്കാലത്ത് ഇവിടെ വരികയാണെങ്കിൽ ഇവിടെയും അവിടെയും അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ വാട്ടർഫാൾസ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വന്നപ്പം ഇപ്പം ഈ സമയത്ത് മഴ കുറവായതുകൊണ്ട് തന്നെ വെള്ളം കുറവാണ്. മഴക്കാലത്ത് ഇവിടെ വരികയാണെങ്കിൽ ഇതിന്റെ വാട്ടറിന്റെ ടർബുലൻസും ഈ വാട്ടർഫാൾസ് ഒക്കെ കൂടെ ഭയങ്കര ശബ്ദമാണ്. ഇത് ഖജുരാഹോ വരെ കേൾക്കാമെന്നാണ് ഗൈഡ് ഞങ്ങളടുത്ത് പറഞ്ഞത്. ഈ കെൻ നദി ആക്ച്വലി യമുനയിൽ ചെന്നാണ് ഒഴുകിയെത്തുന്നത്. അതേപോലെ തന്നെ പന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറി, മധ്യപ്രദേശിലൊരു പേരുകേട്ട വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണത്. ഇത് ഇവിടെ നിന്ന് കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ. റാണി ഫാൾസ് ഒക്കെ കണ്ടതിന് ശേഷം അവിടുന്ന് നമുക്ക് അവിടുന്ന് ഒരു ചെറിയ ഫോറസ്റ്റ് സെക്ഷന് നമുക്കൊരു 5 കിലോമീറ്റേഴ്സ് ഡ്രൈവിന് പോകാം.
വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രൈവായിരുന്നു അത്. ഞങ്ങൾ പല സ്ഥലങ്ങളിലും നിർത്തി ആ ഭംഗിയൊക്കെ ആസ്വദിച്ച്, അതേപോലെ തന്നെ കുറച്ചൊക്കെ വൈൽഡ് ആനിമൽസിനെ കണ്ടു. ഡിയേഴ്സ്, അതുപോലെ നീൽഗായ്, അതിനെയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അങ്ങേ അറ്റത്ത് എൻ്റെ വരെ പോകുന്ന ആ ഭാഗത്ത് നമുക്കവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ടവറും അതേപോലെ തന്നെ ഇരിക്കാനൊക്കെ ഒരു സ്ഥലവും ഒരു ഗാർഡും ഉണ്ട്. അപ്പം അവിടെയൊക്കെ പോയിരുന്ന് കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെയുള്ള ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ്റെ അടുത്തൊക്കെ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഖജുറാഹോയിലേക്ക് മടങ്ങി.